റെഡി ടു ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസം പുത്തൂർ അമ്പലത്തിൽ നിന്നിറങ്ങി ഉദുമ പാലക്കുന്നെത്തിയപ്പോൾ വൃന്ദാവൻ റെസ്റ്റോറൻറ്റിൽ കയറി നല്ല മസാല ദോശയും ചായയും കുടിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും കഴിച്ചില്ല കേട്ടോ. ഞങ്ങൾ എവിടേക്കാണ് പോകുന്നത് വെച്ചാൽ മംഗലാപുരത്ത് ഉള്ളാളിലുള്ള ശ്രീ സോമേശ്വര സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടേക്ക് പോകുന്നത്. കേട്ടറിവ് വെച്ച് സോമേശ്വര ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു തരാം. കൂടുതലൊന്നും എനിക്കറിയില്ല. തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണേ. ഈ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ കവാടം. ശ്രീ പഞ്ചദുർഗൈ അമ്മാവരുടെ ഉപദേവാലയമുള്ള ഒരു ചെറിയ കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. ആ ഉപദേവാലയത്തിൽ 5 ദുർഗാ വിഗ്രഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു. അതിന് അല്പം അകലെ ഒരു നാഗദേവതാ സന്നിധിയുണ്ട്. അവിടെ ഗേറ്റിൻ്റെ മുകളിൽ ഒരു വലിയ സർപ്പത്തിൻ്റെ വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നു. ഈ കാണുന്നതാണ് നാഗദേവതാ സന്നിധി. ഇവിടെ അകത്ത് കയറി പ്രാർത്ഥിക്കാവുന്നതാണ്. ഇതാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന പടിക്കെട്ടുകൾ. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ കയറുമ്പോൾ തന്നെ നല്ല ഉയരത്തിലുള്ള ഒരു ധ്വജസ്തംഭം കാണാം. കൂടാതെ 4 തൂണുകളുള്ള മണ്ഡപമുണ്ട്. അതിൽ വലിയ ബലിപീഠമുണ്ട്. അകത്ത് സപ്താക്കളുടെ വിഗ്രഹങ്ങളുണ്ട്. വിനായകൻ, വീരഭദ്രൻ എന്നിവരുടെ വിഗ്രഹങ്ങളും കാണപ്പെടുന്നു. സങ്കേതത്തിന് അഭിമുഖമായി നിൽക്കുന്ന നന്ദി മറ്റ് ക്ഷേത്രങ്ങളിലെ നന്ദി വിഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നന്ദിയുടെ വിഗ്രഹമാണ്. നന്ദി വാഹനത്തിന് തൊട്ടു പിന്നിൽ വലിയ 9 തട്ടുള്ള എണ്ണവിളക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കത്തിക്കുന്ന പ്രത്യേക എണ്ണവിളക്കാണ്. നേരത്തെ പറഞ്ഞ സപ്താഹ വിഗ്രഹങ്ങളടുത്തായി സോമനാഥ സ്വാമിയുടെ പത്നിയായി ഇവിടെ കണക്കാക്കപ്പെടുന്ന രാജരാജേശ്വരിയുടെ മറ്റൊരു ഉപക്ഷേത്രമുണ്ട്. ശിവന് സമർപ്പിച്ചിരിക്കുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണിത്. രുദ്രപാദ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു. കുന്നിൻ്റെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ അധിപനായ ശിവൻ്റെ അവതാരമായ ശ്രീ സോമേശ്വരനാണ് കിഴക്കോട്ട് ദർശനമായി കാണപ്പെടുന്നത്. ഈ ക്ഷേത്രം 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾക്ക് തുല്യമാണെന്ന് ചിലർ കരുതുന്നു. കാശിയിൽ പോകുന്നതും ശിവനെ പ്രാർത്ഥിക്കാനും കഴിയാത്തവർക്ക് ഇവിടെ എത്താമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ ഒന്നായ പരശുരാമൻ പ്രതിമയുടെ രൂപത്തിൽ ഈ ക്ഷേത്ര പരിസരത്തുണ്ട്. കർണാടകയുടെ തീരപ്രദേശം സൃഷ്ടിച്ചത് പരശുരാമനാണെന്ന് ഐതിഹ്യം. ഞങ്ങൾ അവിടേക്കാണ് കയറിപ്പോകുന്നത്. അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ ബീച്ച് നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഉച്ച സമയത്താണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. കടലിലേക്ക് നോക്കുമ്പോൾ കണ്ണ് മങ്ങിപ്പോകുന്നുണ്ട്. ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് സോമേശ്വര ബീച്ച് കാണാൻ. രാവിലെ നട തുറന്നാൽ 1 മണിക്കാണ് നട അടക്കുന്നത്. പിന്നെ വൈകുന്നേരമാണ് നട തുറക്കുന്നത്. ഞങ്ങൾ ക്ഷേത്രത്തിൽ കയറി തൊഴുത് കഴിഞ്ഞപ്പോഴേക്കും നട അടച്ചിരുന്നു. അത് കാരണം നാഗദേവ സന്നിധിയിൽ കയറി പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പ്രദക്ഷിണം വെക്കുകയാണ് ക്ഷേത്രത്തിൽ. അപ്പോൾ ഓരോ ഉപക്ഷേത്രങ്ങൾ കാണാം. അവിടുന്ന് നമുക്ക് പ്രസാദം തരുന്നതായിരിക്കും. തൊഴുത് പ്രാർത്ഥിക്കുന്നതിനിടയിൽ നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പോയി തന്നെ കാണണം. സോമേശ്വരം ഉള്ളാളിലുള്ള രാജ്ഞി അബേക്ക ദേവിയാണ് ഇത് നിർമ്മിച്ചത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശിവരാത്രി ആരുദ്ര ദർശനം ഗംഭീരമായി ആഘോഷിക്കാറുണ്ട്. ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ദേവ ശംഭോ മഹാദേവ സാംബ ശിവ. നമ്മൾ പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ നമ്മൾ കയറുന്നിടത്തിൽ തന്നെയാണ് കൗണ്ടർ വരുന്നത്. അപ്പോൾ നല്ല ചൂട് കാരണം ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ വെള്ളം അവിടെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് വെള്ളം കുടിച്ചു. ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ സാംബ ശിവ ശംഭോ ഇലഞ്ഞിക്കൽ വാഴും ഭഗവാൻ സാംബ സദാ ശിവ പാലയമാ. നമ്മൾ ക്ഷേത്രത്തിൽ നിന്നും തൊഴുതിറങ്ങിയാണ്. പിന്നെ നേരെ സോമേശ്വരം ബീച്ചിലേക്കാണ് പോകുന്നത്. പിന്നെ അവിടെയുള്ള വിശേഷങ്ങളൊക്കെ പറയാം. ക്ഷേത്രത്തിൻ്റെ അടുത്തുകൂടി തന്നെ സ്റ്റെപ്പുണ്ട് ബീച്ചിലേക്ക് പോവാൻ. പോകുമ്പോൾ തന്നെ നമ്മൾക്ക് പാറക്കെട്ടുകൾ കാണാം. അവിടുന്ന് മോനെ ഓടിച്ചാടി കളിക്കുകയാണ്.
320 കിലോമീറ്റർ കടൽ തീരത്ത് കർണാടകയിൽ നിരവധി മനോഹരമായ ബീച്ചുകളുണ്ട്. അത്തരത്തിലൊന്നാണ് സോമേശ്വരം ബീച്ച്. ഇത് സൂര്യാസ്തമയ പ്രകൃതി ദൃശ്യങ്ങൾക്ക് പേരുകേട്ടതാണ്. ഇത് സന്ദർശകർക്ക് സുഖകരമായ അനുഭവം നൽകുന്നു. നൂറ്റാണ്ടുകളായി കടൽ തീരത്ത് സോമനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിലാണ് സോമേശ്വരം ബീച്ച് എന്ന പേര് ലഭിച്ചത്. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ വെയിൽ കാരണം അധികം സമയം നിന്നില്ല. പിന്നെ ബീച്ച് സന്ദർശിക്കുന്നവർക്ക് വൈകുന്നേരം എത്തുന്നതായിരിക്കും നല്ലത്. മോൻ തോണി കണ്ടപ്പോൾ തോണീൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു. മോന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബീച്ച്. പിന്നെ വെയിൽ കാരണം നമ്മൾ അധിക സമയം നിന്നില്ല. ഞങ്ങൾ അങ്ങനെ തന്നെ ബീച്ചിന് മറുവശത്തൂടി കയറി. അവിടെ ഒരുപാട് സ്റ്റാളുകളുണ്ട്. പിന്നെ വെള്ളം, പിന്നെ ജ്യൂസ്, സ്നാക്സ് ഇതൊക്കെ കഴിക്കുന്നവർക്ക് അവിടുന്ന് കഴിക്കാം, വാങ്ങുന്നവർക്ക് വാങ്ങാം. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ പിറകുവശത്തൂടിയാണ് പോകുന്നത്. അപ്പോൾ ക്ഷേത്രക്കുളം കാണാം. മധുരജലം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ 3 അരയന്നങ്ങൾ ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ മോൻ പറഞ്ഞു നമ്മൾക്ക് അവിടെ ഇറങ്ങി കാലൊക്കെ കഴുകി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കാലൊക്കെ കഴുകി അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ചുറ്റിലൂടെ പോകുമ്പോൾ അവിടെ ഒരു ഉപക്ഷേത്രം കണ്ടു. ഞാൻ അങ്ങോട്ട് കയറിയില്ല. അതിലൂടെ സ്റ്റെപ്പ് കാണുന്നുണ്ട്. മുകളിലേക്ക് ക്ഷേത്രത്തിലേക്ക് പോകാനുള്ളതാണെന്ന് തോന്നുന്നു. പിന്നെ എന്നിട്ട് ഞങ്ങൾ അങ്ങനെ തന്നെ നടന്നു പോകുമ്പോൾ ഇവിടെ കുളത്തിനോട് ചേർന്ന് ക്ഷേത്രത്തിൻ്റെ കിണറും കാണാം. അധികം ആഴമൊന്നുമില്ല കിണറിൽ. പിന്നെ അവിടുന്ന് അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ ഒരു പ്രതിഷ്ഠ കാണുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, അങ്ങോട്ട് കയറിയില്ല. പിന്നെ ഇവിടെ ഒരു ബിൽഡിങ്ങൊക്കെ കാണുന്നുണ്ട്. അതായത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ തന്നെ ക്ഷേത്രത്തിന് മുന്നിലെത്തി. അതിന് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തെടുത്തേക്കിൽ പോവുകയാണ്. അപ്പോൾ മോന് ഒരാഗ്രഹം പറഞ്ഞിട്ടുണ്ട് ബേക്കൽ കോട്ടയിൽ പോകണമെന്ന്. അപ്പോൾ അതിന് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഞങ്ങൾ ക്ഷേത്ര പരിസരത്തിൽ നിന്നും പുറത്തെത്തിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. പനത്തേങ്ങ.